لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിൻ്റെ വളരെയേറെ പ്രാധാന്യം നിറഞ്ഞ സന്ദർഭങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ യഥാവിധി ജീവിതത്തിൽ പാലിച്ച് വിശുദ്ധ റമദാനിൻ്റെ രാപ്പകലുകളെ ഫലപ്രദമായി വിനിയോഗിക്കുവാൻ നമ്മൾ ഓരോരുത്തരും പരമാവധി ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളോട് പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കാൻ, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഈമാനും തഖ്വയുമെല്ലാം ജീവിതത്തിൻ്റെ പല സന്നിഗ്ധ ഘട്ടങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലുമെല്ലാം വിശ്വാസിക്ക് ആശ്വാസവും സമാധാനവും ഒക്കെ നൽകുന്ന വലിയ കരുത്തുള്ള ആയുധങ്ങളായിട്ടാണ് മതം പരിചയപ്പെടുത്തി തരുന്നത്. ജീവിതത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രയാസഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈമാനും തഖ്വയുമെല്ലാം ഉള്ള വിശ്വാസികൾക്ക് പടച്ചവൻ എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ഒരു ആശ്വാസവും ധൈര്യവുമെല്ലാമാണ് ഈ രണ്ട് മൂല്യങ്ങൾ പകർന്നു നൽകുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് ജീവിതത്തിൽ പരാജയമോ നഷ്ടബോധമോ ഉണ്ടാവുകയില്ല എന്നും അവർ സൗഭാഗ്യത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന ആളുകളൊക്കെയായിട്ടാണ് മതം പരിചയപ്പെടുത്തി തരുന്നത്. ജീവിതത്തിൽ പരാജയം ഭയപ്പെടേണ്ടതില്ലാത്ത സൗഭാഗ്യത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ സാധിക്കുന്ന 4 വിഭാഗം ആളുകളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലായിട്ട് പറയുന്നുണ്ട്. അതിലൊന്നാമത്തത്, അള്ളാഹു നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിനായി നമുക്ക് കാട്ടിത്തന്നിരിക്കുന്ന സന്മാർഗത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ആളുകൾ അവർ പരാജയപ്പെടുകയില്ല എന്നും അവർക്ക് സൗഭാഗ്യമുള്ള ജീവിതമാണ് ഉണ്ടാവുക എന്നും ഖുർആൻ നമ്മെ കേൾപ്പിക്കുന്നുണ്ട്. ഫമനിത്തബഅ ഹുദായ ഫലാ യളില്ലു വലാ യഷ്ഖ. പടച്ചതമ്പുരാൻ്റെ സന്മാർഗം പിൻപറ്റുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ പിഴച്ചു പോവുകയോ പരാജയപ്പെടുകയോ ഭാഗ്യം കെടുകയോ ചെയ്യുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ ഹൃദയത്തിൽ ഏറ്റുകയും അത് ജീവിതത്തിൻ്റെ മൂല്യമായി സ്വീകരിക്കുകയുമെല്ലാം ചെയ്യുന്ന ആളുകൾ പരാജയപ്പെടുകയില്ല എന്നാണ് ഖുർആൻ നമ്മെ കേൾപ്പിക്കുന്നത്. മാ അൻസൽന അലൈക്കൽ ഖുർആന ലിതഷ്ക. ഖുർആൻ നിങ്ങളെ പരാജയപ്പെടുത്തുവാനോ നിങ്ങളെ കഷ്ടപ്പെടുത്തുവാനോ നിങ്ങളുടെ ഭാഗ്യം കെട്ടവരാക്കുവാനോ വേണ്ടിയല്ല ഇറക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ സൗഭാഗ്യം ലഭിക്കുമെന്നുള്ളതാണ്. മൂന്നാമത്, മാതാപിതാക്കളുമായി ഹൃദയബന്ധം സ്ഥാപിക്കുകയും അവർക്ക് നന്മ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ജീവിതത്തിൽ സൗഭാഗ്യം നൽകുമെന്നാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരു പരാമർശം സൂറ മറിയമിൽ അള്ളാഹു കേൾപ്പിക്കുന്നുണ്ട്. വബർറം ബി വാലിദത്തി വലം യജഅൽനി ജബ്ബാറൻ ഷഖിയ. എൻ്റെ മാതാവിന് ഞാൻ നന്മ ചെയ്യും, അതുകൊണ്ട് എന്നെ നീ പരാജയപ്പെട്ടവനും ആക്കരുതേ എന്നുള്ള ഒരു പ്രാർത്ഥന ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെതായി ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പം മാതാപിതാക്കളോടുള്ള ബന്ധങ്ങൾ കൃത്യമായി കാത്തു സൂക്ഷിക്കുന്ന ആളുകൾ അവർക്ക് ജീവിതത്തിൽ സൗഭാഗ്യമുണ്ടാകും എന്നുള്ളതാണ്. നാലാമതായി, പ്രാർത്ഥന ജീവിതത്തിൻ്റെ ചര്യയാക്കിയിരിക്കുന്ന ശീലമാക്കിയിരിക്കുന്ന ആളുകളും അവരും പരാജയപ്പെടുകയോ
ഭാഗ്യം കെട്ടവരായി പോവുകയോ ചെയ്യുകയില്ല എന്നാണ് ഖുർആൻ കേൾപ്പിക്കുന്നത്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിതത്തിൽ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥന നടത്തുന്നതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, വലം അക്കും ബിദുആഇക റബ്ബി ഷഖിയ, പടച്ചോനെ നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇതുവരെ ഭാഗ്യം കെട്ടവനായിട്ടില്ല, പരാജയപ്പെട്ടിട്ടില്ല, തുലഞ്ഞുപോയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നതായി സൂറ മറിയമിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പം ജീവിതത്തിൽ പ്രാർത്ഥന പതിവാക്കുന്ന, പ്രാർത്ഥന ശീലമാക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്കും ജീവിതത്തിൽ സൗഭാഗ്യം ലഭിക്കുമെന്നാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്. ഈ 4 മൂല്യങ്ങളും ജീവിതത്തിൽ കെടാതെ സൂക്ഷിച്ച് പടച്ചതമ്പുരാൻ നൽകുന്ന സൗഭാഗ്യത്തിലധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.